ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയും ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയും സംസ്ഥാന ബജറ്റ്. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിൽ. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി നടപ്പാക്കും. അംഗൻവാടി ജീവനക്കാർക്ക് പുതിയ ഇൻഷുറൻസ് പദ്ധതി. മോട്ടോർ വാഹന നിരക്കുകളും പരിഷ്കരിക്കും. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കും. കേന്ദ്ര സമീപനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നു. ഇന്ത്യക്കെതിരെയുള്ള വിശാഖപട്ടണം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 205 റൺ വിജയലക്ഷ്യവുമായി ഇംഗ്ലണ്ട്. വാർത്തകൾ വിശദമായി. റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയും കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കുന്നതും ലക്ഷ്യമിട്ട് അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ്. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടിയതായി നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു. 170-ൽ നിന്ന് 180 ആയാണ് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് 3 ലക്ഷം കോടിയുടെ നിക്ഷേപം അടുത്ത 3 വർഷത്തിൽ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന സൌകര്യ മേഖലയ്ക്ക് ശ്രദ്ധേയമായ ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്നും 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം ഇതര സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കും. പദ്ധതി പരിശോധിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയബന്ധിതമായി നൽകും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കൂട്ടി. ഗാൽവനേജ് ഫീസ് ഇനത്തിൽ 200 കോടി സമാഹരിക്കും. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരുടെ തീരുവ കൂട്ടി. യൂണിറ്റിന് 15 പൈസയായി വർദ്ധിപ്പിച്ചു. ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് കുറച്ചു. കോടതി ഫീസുകളും വർദ്ധിപ്പിച്ചു. മോട്ടോർ വാഹന നിരക്കുകളും പരിഷ്കരിക്കും. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കും. ഭൂമിയുടെ വിനിയോഗത്തിനനുസരിച്ച് നികുതി നൽകണം. പാട്ട കാലാവധി കഴിഞ്ഞ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കും. ആരോഗ്യമേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു. കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് 6.6 കോടി രൂപ അനുവദിക്കുന്നു. പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. സാംക്രമികേതര രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടികൾക്കായി 11.93 കോടി രൂപ വകയിരുത്തുന്നു. ആദിവാസി മേഖലകളിലെയും തീരപ്രദേശങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി 10 കോടി രൂപ നീക്കിവെക്കുന്നു. കനിവ് പദ്ധതി കീഴിൽ 315 ആംബുലൻസുകളുടെ പ്രവർത്തനത്തിനായി 80 കോടി രൂപ മാറ്റിവെക്കുന്നു. ആർദ്രം പദ്ധതിക്ക് 24.88 കോടി രൂപ മാറ്റിവെക്കുന്നു. 1,38,655 കോടി രൂപ വരവും 1,84,327 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. റവന്യൂ കമ്മി 27,846 കോടിയും ധനക്കമ്മി 44,529 കോടിയുമാണ്. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധന ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു. കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ 34,530 കോടിയുടെ വകയിരുത്തലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതി വിഹിതത്തിലേക്ക് 8,532 കോടി വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് 1,698 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും. നാളികേര വികസന പദ്ധതിക്ക് 65 കോടി. സുഗന്ധവ്യഞ്ജന കൃഷിക്ക് 4.6 കോടി. വിളകളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ 2 കോടി. കുട്ടനാട് പെട്ടിയും പറയും സ്ഥാപിക്കാൻ 36 കോടിയാണ് അനുവദിച്ചത്. കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി. ക്ഷീരവികസനത്തിന് 150.25 കോടി വകയിരുത്തി. മൃഗപരിപാലനത്തിന് 535.9 കോടി. മത്സ്യഫെഡിന് 3 കോടി. നീണ്ടകര വല ഫാക്ടറിക്ക് 5 കോടി. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് 10 കോടി. തീരദേശ വികസനത്തിന് 10 കോടി. തീരശോഷണമുള്ള മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള പുനർഗേഹം പദ്ധതിക്ക് 40 കോടി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസിന് 11 കോടി. പൊഴിയൂരിൽ ചെറു മത്സ്യബന്ധന തുറമുഖത്തിന് 5 കോടിയും അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി നടപ്പാക്കും. പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിക്കും. വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിലും ആരംഭിക്കും. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 250 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് ബിരുദം മികച്ച നിലയിൽ നേടുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhDക്ക് അവസരമൊരുക്കും.
മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണുമെന്നും വനാതിർത്തി മേഖലയിലുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇടപെടുമെന്നും ധനമന്ത്രി അറിയിച്ചു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും. 2 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന രീതിയിൽ അംഗൻവാടി ജീവനക്കാർക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. സർക്കാർ ജീവനക്കാർക്ക് അവർ വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന തരത്തിൽ അന്വിറ്റി എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ പദ്ധതികളുമായി മുന്നോട്ടു പോകുക എന്നതാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെന്ന് ധനമന്ത്രി പറഞ്ഞു. അന്തർദേശീയ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് സമാന്തരമായി ദേശീയപാത 66 നിർമ്മാണവും പൂർത്തിയാവുകയാണ്. 8 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ യാത്ര ചെയ്തെത്താവുന്ന നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ MC റോഡിന് സമാന്തരമായ ഒരു ഗ്രീൻഫീൽഡ് പാത കൂടി ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗതാഗത മേഖലയ്ക്ക് 1976 കോടി രൂപ അനുവദിച്ചു. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ 1000 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനം നടത്തും. ഗതാഗത മേഖലയിൽ നടപ്പാക്കിയത് സമഗ്രമായ പരിഷ്കാരം. KSRTCക്കുള്ള ധനസഹായം കൂട്ടി 4917.92 കോടി 3 വർഷത്തിനിടെ അനുവദിച്ചു. പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടി വകയിരുത്തിയതുൾപ്പെടെ KSRTCക്ക് 128.54 കോടി വകയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വിവിധ പദ്ധതികളിലൂടെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും ബജറ്റിൽ മുൻതൂക്കം നൽകുന്നു. കായിക മേഖലയിൽ 10,000 തൊഴിലവസരം സൃഷ്ടിക്കും. വർക്ക് ഫ്രം ഹോം വ്യാപിപ്പിക്കുന്നതിന് വർക്ക് ബോർഡുകൾ സ്ഥാപിക്കും. കാർഷിക മേഖലയിൽ 2.36 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. സ്റ്റാർട്ടപ്പ് മിഷൻ വഴി 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ കേരള പദ്ധതിക്കായി 1829 കോടി രൂപ വകയിരുത്തി. 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കും. സ്റ്റാർട്ടപ്പ് മിഷന് 90.52 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 5000 കടന്നു. മുന്നാക്ക വികസന കോർപ്പറേഷന് 35 കോടിയും ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കണ്ണൂർ വിമാനത്താവളത്തിന് 1 കോടിയും അനുവദിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 17 കോടി രൂപ വകയിരുത്തി. അംഗൻവാടി ജീവനക്കാർക്കുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. കേന്ദ്ര സമീപനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര അവഗണന തുടർന്നാൽ കേരയിൽ പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യത ധനമന്ത്രി നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ബജറ്റിനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിലുള്ള രേഖയാക്കി മാറ്റി. ബജറ്റ് കാർഷിക മേഖലയെ നിരാശപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നു. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് മുന്നോടിയായി പാർട്ടിയുടെ എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകുന്നതിന് BJP വിപ്പ് നൽകി. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. മത്സര പരീക്ഷയിലെ ക്രമക്കേടിന് 10 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി വരെ പിഴയും പരീക്ഷ നടത്തിപ്പിന് ചെലവാകുന്ന തുകയും ഈടാക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. റെയിൽവേ, നീറ്റ്, JEE, CUET പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച തടയുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ലോക സംഗീത രംഗത്തെ ഏറ്റവും ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡിൽ തിളങ്ങി ഭാരതം. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി ശങ്കർ മഹാദേവന്റെയും സക്കീർ ഹുസൈന്റെയും ബാൻഡായ ശക്തി. ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ചമ്പൈ സൊറേൻ ഇന്ന് വിശ്വാസ വോട്ട് തേടും. 2 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിനും ഗവർണറുടെ അഭിസംബോധനയോടെ തുടക്കമാകും. വിശ്വാസ വോട്ടിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സൊറേന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വിലക്കുണ്ട്. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിനായി ഫിജി ഉപപ്രധാനമന്ത്രി ബിമൻ പ്രസാദ് ഇന്ത്യയിലെത്തി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇൻഡോ പസഫിക് മേഖല ജോയിന്റ് സെക്രട്ടറി പരമിത ത്രിപാഠി അദ്ദേഹത്തെ ഡൽഹിയിൽ സ്വീകരിച്ചു. ചിലിയിൽ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. 100 കണക്കിന് പേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. മരണസംഖ്യ വർദ്ധിക്കുമെന്ന് ചിലി സർക്കാർ അറിയിച്ചു. 1400ഓളം വീടുകൾക്ക് നാശമുണ്ടായി. തീരദേശ നഗരങ്ങളിൽ പുക പടർന്നതിനാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺ എന്ന നിലയിൽ 399 റൺ വിജയലക്ഷ്യവുമായാണ് ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയത്. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺ എന്ന നിലയിലായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയും ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയും സംസ്ഥാന ബജറ്റ്. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിൽ. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി.
കേന്ദ്ര സമീപനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നു. ഇന്ത്യക്കെതിരെയുള്ള വിശാഖപട്ടണം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 205 റൺ വിജയലക്ഷ്യവുമായി ഇംഗ്ലണ്ട്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.